ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. അപ്പോൾ നിങ്ങളെല്ലാവരും +1-ൽ നിന്ന് +2-ലോട്ട് ചുവട് വെച്ചിരിക്കുകയാണ്. എനിക്കറിയാം ഭൂരിഭാഗം പേരൊക്കെ വെക്കേഷനൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പതിയെ +2 പഠിച്ചു തുടങ്ങാം എന്ന മെൻറ്റാലിറ്റിയിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അഗ്നി ബാച്ചിലുള്ള മക്കളൊക്കെ ആണെങ്കിൽ ഓൾറെഡി നമ്മുടെ +2-ൻ്റെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. സോ അവരൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. സോ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, അഥവാ +2 നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ ലേറ്റ് ആക്കരുത്. ഇമ്മീഡിയറ്റ്ലി തന്നെ ഈ വെക്കേഷൻ ടൈമാണ്, കുറച്ചൊക്കെ എൻജോയ് ചെയ്യാം, കളിച്ച് രസിച്ചിരിക്കാം എന്നൊക്കെയുള്ള ആലോചന ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ഉടനെ തന്നെ +2-ൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, +2-ൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് +2-ൻ്റെ ബോർഡ് എക്സാം മാത്രമല്ല, മറിച്ച് +1-ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം കൂടിയാണ്. അഥവാ ഒരു മാസം നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയും അത് പഠിക്കാൻ മറ്റൊരു മാസം കൂടി, ഏകദേശം 2 മാസം ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വരും. അപ്പം അതിനാൽ തന്നെ ആ 2 മാസം കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ മക്കൾ +2 പഠിച്ചു തുടങ്ങണം. അപ്പോൾ പലരും ചോദിക്കുന്നത്, ഈയിടെയായിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ വന്നൊരു ഒരു ഡൗട്ടാണ് ഒരു കുട്ടിയുടെ, സാറേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ഞാൻ വെക്കേഷൻ പീരീഡിൽ നിന്ന് പഠിച്ചോട്ടെ, അതല്ലേ കുറച്ചുകൂടി നല്ലത്, ഇനീഷ്യലി തന്നെ ഞാൻ പഠിച്ച് സെറ്റാക്കിക്കോട്ടെ. അത് വലിയൊരു മണ്ടത്തരമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ പറയുന്ന സെപ്റ്റംബർ മാസം ഹോപ്പ്ഫുള്ളി ആ ഡേറ്റിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് വലിയ കൺസേൺസോ കൺഫ്യൂഷൻസോ വേണ്ട. എല്ലാപ്പോഴും പോലെ തന്നെ സെപ്റ്റംബർ മാസം തന്നെ നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കും എന്നൊരു ഹോപ്പിൽ തന്നെ നമുക്ക് തുടരാം. സോ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇപ്പോൾ തന്നെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് പഠിക്കണമോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാവും. എന്നോട് ചോദിക്കുന്ന പല മക്കളും അത് തന്നെയാണ് പറയുന്നത്. മക്കളെ, അത് വലിയൊരു ബ്ലണ്ടറാണ്. കാരണം ഇപ്പോൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇപ്പോൾ നിങ്ങളിപ്പോൾ +1-ൻ്റെ ഇംപ്രൂവ്മെൻറ്റ്, നിങ്ങളിപ്പോൾ മാത്സ് ആണോ, ഏത് പെർട്ടിക്കുലർ സബ്ജക്റ്റാണ് ഇംപ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സബ്ജക്റ്റിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ നിങ്ങളിപ്പോൾ പഠിച്ചു എന്നിരിക്കട്ടെ. പറയുന്ന പരീക്ഷ അടക്കാൻ പോകുന്ന സെപ്റ്റംബർ 9-ാം മാസമാണ്. സോ അപ്പോഴാകുമ്പോഴേക്കും ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെയും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. സോ അതിന് മുൻപായിട്ട് വീണ്ടും ഓഗസ്റ്റ് മാസം ഇരുന്ന് പിന്നെയും ഈ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. സോ അതിന് നിങ്ങൾ ഇടവരുത്തരുത്. മറിച്ച് ഈ ഒരു വെക്കേഷൻ പീരീഡിലും ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് മുൻപുള്ള ഒരു മാസം വരെയും, അഥവാ ഓഗസ്റ്റിന് മുന്നോടി വരെയും നിങ്ങൾ എന്തു പഠിക്കണം? +2 തന്നെ ഇരുന്ന് പഠിക്കണം. അതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. കാരണം +2 പിന്നീട് പഠിക്കാം എന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് +1-ൽ ഇംപ്രൂവ് ആയിരിക്കും, +2 നമ്മുടെ കൈവിട്ട് പോകും. കാരണം +1 പോലെ +2-ൽ ഒരു ഇംപ്രൂവ്മെൻറ്റ്, ഒരു 2ാം ഊഴം ഇല്ല. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. സോ ഈ ഒരു പീരീഡിൽ +2-ൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, +2 തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അതിൽ ഒരു മാറ്റവുമില്ല, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതുപോലെ തന്നെ ആ ഡേറ്റിൽ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും, സാറേ ഇപ്പോൾ മാർച്ച് മാസത്തിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുമോ അതോ സെപ്റ്റംബറിലാണോ നടക്കാൻ സാധ്യതയുള്ളത്? അതിൻ്റെ മറുപടി ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ പരീക്ഷയിലെ മെയിൻലി മാത്സ് ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇംപ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്നുള്ള കാര്യം ഫിക്സ്ഡ് ആണ്, ഡിഫൈൻഡ് ആണ്. സോ ആ പറയുന്ന മാത്സിനെ സംബന്ധിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പർ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ആ ഒരു അഡ്വാൻറ്റേജിൽ തന്നെ ഞാൻ പറയുകയാണ്, എന്തായാലും ഹോപ്പ്ഫുള്ളി സെപ്റ്റംബറിൽ തന്നെ നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടന്നിരിക്കും. നിങ്ങൾ ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തു പഠിച്ചു തുടങ്ങിയാൽ മതി. ഡോണ്ട് വറി. റൈറ്റ്, അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളെ സംബന്ധിച്ചാണ്. അതായത് അഗ്നി ബാച്ചിനകത്ത് ഒരു മാസം മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ +2 ഫിസിക്സ് ഞാൻ പറയുവാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ഓൾമോസ്റ്റ് തീരാറായി. ഒരു പാർട്ട് കൂടിയേ ഫസ്റ്റ് ചാപ്റ്ററെ സംബന്ധിച്ച് അഗ്നി ബാച്ചിലുള്ളൂ. സോ അഗ്നി ബാച്ചുള്ള മക്കൾക്ക് ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം +2-ൻ്റെ ആപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ടാണ് ലഭിക്കാൻ പോകുന്നത്. 1 രൂപ പോലും +1-ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾക്ക് നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. ഈ പറയുന്ന ക്ലാസ്സുകൾക്ക് പുറമെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും എക്സാംസ്, ചാപ്റ്റർ വൈസ് എക്സാംസ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനോട് അടുപ്പിച്ച് നമ്മൾ നടത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാത്തിരിപ്പുണ്ട്. സോ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തൊരു കുട്ടിക്ക് +2 എന്ന് പറയുന്ന ക്ലാസ്സിനപ്പുറം ഏറ്റവും ക്രൂഷ്യലായ നിങ്ങളുടെ +2-ൻ്റെ ടോട്ടൽ മാർക്കിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, +1-ൽ നിങ്ങൾ തളർന്നു പോയ സബ്ജക്റ്റുകൾ വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഇംപ്രൂവ്മെൻറ്റിൻ്റെ ക്ലാസ്സുകൾ തികച്ചും സൗജന്യമായിട്ടാണ് ലഭിക്കാൻ പോകുന്നത്. സോ ഇത്രയും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് മക്കളാണ് +2 അഗ്നി ബാച്ചിനകത്ത് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്കും അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്കും ഇനീഷ്യലി തന്നെ +2 പഠിച്ചു തുടങ്ങാവുന്നതാണ്. +2-ൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഓഗസ്റ്റ് വരെ പഠിച്ച് അവിടെ നമ്മൾ നിർത്തിയിട്ട് പിന്നീട് അങ്ങോട്ട് നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് പ്രകാരം ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിലൂടെ +1-ൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മാർക്കുകളെല്ലാം തിരിച്ചു പിടിച്ച് +1 നമ്മൾ സേഫ് ആക്കി മാറ്റും. അതുപോലെ തന്നെ അഗ്നി ബാച്ചിലുള്ള റെഗുലർ ലൈവ് ക്ലാസ്സുകളിലൂടെ +2
+2 കൂടി മികച്ച മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അതിനു പുറമെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ കൂടി, എല്ലാ എക്സ്പെരിമെൻസിൻ്റെയും പ്രാക്ടിക്കൽ റെക്കോർഡ് ക്ലാസ്സുകളും, അതുപോലെ തന്നെ എങ്ങനെയാണ് റെക്കോർഡ് വർക്കുകൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്, കാൽക്കുലേഷൻ, ടാബുലേഷൻ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി തന്നെയാണ് ലഭിക്കുന്നത്. സോ എല്ലാവരും ഉടനെ തന്നെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. അടിപൊളിയായിട്ട് പഠിക്കാം. +1ഉം +2ഉം നമുക്ക് സേഫ് ആക്കി എടുക്കാം. അഗ്നിയിൽ കണ്ടുമുട്ടാം.